തലസ്ഥാന നഗരം ചുറ്റിക്കാണാൻ ഇറങ്ങിയ കൊല്ലം ആര്യങ്കാവ് നെടുമ്പാറ സ്കൂളിലെ കുട്ടികളുടെ യാത്രാവിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. വനമേഖലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അധ്യാപകരും ചെമ്പഴന്തി SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് ഉല്ലാസയാത്ര ഒരുക്കിയത്. നെടുമ്പാറ TCNMHSലെ കുട്ടികളുടെ ഉല്ലാസയാത്ര തിരുവനന്തപുരത്തേക്കാണ്. മ്യൂസിയവും മൃഗശാലയും ശംഖുമുഖവും ലുലുമാളും ഒക്കെ ഉണ്ട് തെരഞ്ഞെടുത്ത സ്ഥലങ്ങളുടെ പട്ടികയിൽ. ബാക്കി എല്ലാ സ്കൂളിലെ കുട്ടികളും വർഷം തോറും ടൂറ് പോകുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് പോകാൻ പറ്റാറില്ല. കാരണം അവർക്ക് ഫണ്ട് കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ ട്രൈബൽ സ്കൂളുകൾ. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ചെറിയൊരു തുക സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഞങ്ങൾ 2 ട്രിപ്പായിട്ട് കുട്ടികളെ കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത്. കോളേജിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന എല്ലാ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് 2 ബസ്സിൽ കുട്ടികളെ കൊണ്ടുവേണ്ടി ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. വനമേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് സ്കൂളിലധികവും. വിനോദയാത്ര പദ്ധതി ഇട്ടപ്പോൾ തന്നെ ആഗ്രഹമുണ്ടായിരുന്നിട്ടും സാമ്പത്തിക പ്രയാസം കൊണ്ട് പലരും പിന്മാറി. ഒടുവിൽ സ്കൂളും ചെമ്പഴന്തി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും KSRTCയും ആ ദൗത്യം ഏറ്റെടുത്തു. യാത്രക്കിടയിൽ കുട്ടികൾക്കൊരു ചെറിയ സർപ്രൈസ്. ഡബിൾ ഡെക്കർ ബസ്സിൽ നഗരം കാണാനൊരവസരം. കുട്ടികളും ആദ്യമായിട്ടാണ് ഇപ്പം ഈ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഈ മൃഗശാലയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ്സിലൊരു യാത്രയുടെ ഒരു കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമായി. കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കൊക്കെ ഇത്തരത്തിലൊരു യാത്രാനുഭവം ആദ്യമായിട്ടാണ്. ആഹ്ലാദത്തിലും ആവേശത്തിലും ഡബിൾ ഡെക്കർ യാത്ര ആസ്വദിച്ച കുരുന്നുകൾ. കണ്ടത്തിനോരത്ത് കുന്നും കുത്തി ആയല ഈയല ചേമ്പല്ല വിരിച്ചിട്ട് എന്നെ കിടത്തിട്ടും പോയതല്ലേ. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു. വരും. ക്യാമറാമാൻ രാജ്കിരണിനോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ കയറിയ യാത്ര കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരുടെ മുഖത്ത് പോയിട്ടുണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോയത്. ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു.